വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ജിം എവിടെ ഉണ്ട്? ക്യാബിനിലുണ്ട്. കുണിച്ച സാറേ, മേനോൻ സാറ്. എന്താടോ മേനോൻ സാർ ചത്തോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. താൻ എന്താ പറയാമെന്ന് വെച്ചാ പറഞ്ഞു തൊലക്കേ. അല്ല പിന്നെ മേനോൻ സാറ് സിംഗപ്പൂരിലെ ബിസിനസ് എല്ലാം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോണെന്ന്. തന്നോട് ആരാ പറഞ്ഞേ? ദേ മുമ്പിലെ തട്ടുകട നടത്തുന്ന കൊച്ചു തോമ. ഇത്രയും കാലം ഈ ഹോട്ടലിൽ കിടന്ന് നിങ്ങൾ വലുതായിട്ടും ഞാൻ ചെറുതായിട്ടും വെട്ടിച്ചും തട്ടിച്ചും അല്ലേ നമ്മൾ മാന്യമായിട്ട് ജീവിച്ചു പോന്നത്. ഇനിയിപ്പോ പൊന്മുട്ടയിടുന്ന ഹോട്ടൽ താറാവിനെ തിരിച്ച് ഏൽപ്പിക്കേണ്ടി വരൂല്ലേ ഈശ്വര? അച്ഛനൊന്ന് രവിയോട് വിളിച്ചു ചോദിച്ചേ, അങ്ങനെ വല്ല പദ്ധതി മേനോൻ സാറിന്റെ മനസ്സിലുണ്ടോന്ന്. ഏതായാലും സാറിന്റെ ഒരു മോനെ തന്നെ സിംഗപ്പൂരിൽ മേനോൻ സാറിന്റെ ജനറൽ മാനേജർ ആക്കിയതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ഹലോ. ആ മോനെ, അച്ഛനാടാ. അച്ഛൻ വിളിച്ചതിന്റെ കാര്യം പിടികിട്ടി. അറിഞ്ഞതെല്ലാം സത്യമാണ്. മേനോൻ സാറ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാനും കരുതിയില്ല. അതിനെക്കുറിച്ച് ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഞാൻ ചെയ്തു കഴിഞ്ഞു. നീ എന്റെ മോൻ തന്നെ. നീ ഇതൊക്കെ എങ്ങനെയാ ഒറ്റയ്ക്കവിടെ? അതിന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ. എന്റെ ക്യാരക്ടറുമായി സഹകരിച്ച് പോകാൻ പറ്റിയ ഒരാളെ ഒത്തുകിട്ടി. ഓഫീസിലെ ചീഫ് അക്കൗണ്ടന്റാ ഞാനാ മേനോൻ സാറിന് അയാളെ പരിചയപ്പെടുത്തിയത്. നൗ ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നോർത്ത് ഇന്ത്യനാ. വൺ മിസ്റ്റർ ഗാവൻ ജോസഫ്. ശരി അച്ഛാ. മൈ ഫാദർ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ നടക്കണം. मैं हमेशा तुम्हारे साथ हूं, पर मुझे पैसे चाहिए. कंडीशन याद है ना? 50-50. തീർച്ചയായും എന്ത് വേണമെങ്കിലും തരാം. പക്ഷേ മേനോൻ നാട്ടിലെത്തരുത്. डोंट वरी, मेनोन को मैं संभाल लूंगा. മേനോൻ സാർ, ഇവിടെ പോലീസ് റെയ്ഡ് നടക്കാണ്. നടക്കട്ടോ, നമ്മളെല്ലാം അപ് ടു ഡേറ്റ് അല്ലേ? പിന്നെന്താ കുഴപ്പം? ഞാൻ ഉടനെ വരാം. എന്താച്ചാ? അത് ബിസിനസ് എല്ലാം പെട്ടെന്ന് നിർത്തി നാട്ടിലേക്ക് പോകുന്നു അറിഞ്ഞപ്പോ ഗവൺമെന്റിന് എന്തോ ഡൗട്ട്, എന്തോ സെർച്ചോ മറ്റോ. എന്തെങ്കിലും കുഴപ്പം? ഏയ് നത്തിങ്. ഞാനൊന്ന് പോയിട്ട് വരാം. I didn't get. What was our mistake? No more question. Where is your MD? I want to see him. രവീന്ദ്രൻ, നമ്മുടെ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്ന ഗാവൻ ജോസഫ് ഒരു ക്രിമിനൽ ആയിരുന്നു സർ. അവനുമായി ബന്ധപ്പെട്ട പോലീസ് ഇവിടെ എത്തിയത്. അവൻ ഈ കമ്പനിയുടെ പാർട്ട്ണർ ആണെന്നും കാണിച്ച് വ്യാജരേഖയുണ്ടാക്കി ഒരു വൻ തുക ഇവിടുത്തെ സിറ്റി ബാങ്കിൽ നിന്നും വെട്ടിച്ചെടുത്ത് രാജ്യം വിട്ടു. നമ്മുടെ എല്ലാ ഇടപാടുകളും ഗവൺമെന്റ് ഫ്രീസ് ചെയ്തു. Sorry, Mr. Menon. You are under arrest. Officer, I am innocent. You must prove it in the court of law. हेलो रवि साहब, गावन जोसेफ मलेशिया से. ഹലോ ഗാവൻ ജി, എല്ലാം സക്സസ്. ആ മേനോൻ ഇനി പുറം ലോകം കാണില്ല. मेरा कंडीशन नहीं भूलना. ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ തന്നെ 50-50. ओके. ഈ സമയത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്. അച്ഛനെ പുറത്തിറക്കാനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്. ഇന്ത്യൻ മണി ഏകദേശം 10 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചാലേ സാറിന് ജാമ്യം കിട്ടും. ഞാനിവിടെ പലരുമായി സംസാരിച്ചു നോക്കി. സാറിന്റെ ഈ അവസ്ഥയിൽ എല്ലാവരും കൈയൊഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് നാട്ടിലെ ഹോട്ടൽ അങ്ങ് ഡിസ്പോസ് ചെയ്യാം. ഈ അവസ്ഥയിൽ ഹോട്ടൽ വിൽക്കാന്ന് പറഞ്ഞാ ഹോട്ടൽ അച്ഛന്റെ പേരിലല്ലേ? അതും ശരിയാ. ലക്ഷ്മിക്കാണെങ്കിൽ സിംഗപ്പൂർ വിടണമെങ്കിൽ ധാരാളം ഫോർമാലിറ്റീസ് മറികടക്കണം. ഞാനൊരു സജഷൻ പറയട്ടെ. എന്റെ അച്ഛൻ സാറിന്റെ ഏറ്റവും അടുത്ത വിശ്വസനാണല്ലോ. അച്ഛന്റെ പേർക്ക് സാറൊരു പവർ ഓഫ് അറ്റോർണി തന്നാൽ മതി. ബാക്കി ഞാൻ ഏറ്റു. പക്ഷെ അതിനും വേണ്ട ഗവൺമെന്റ് പെർമിഷൻ. ഞാൻ എംബസിയുമായി ബന്ധപ്പെട്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ സാർ സമ്മതിക്കണം. അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചതാ അച്ഛന് വേണ്ടി ഇപ്പൊ നഷ്ടപ്പെടാൻ പോകുന്നത്. അതിനേക്കാളൊക്കെ വലുത് എനിക്ക് എന്റെ അച്ഛനാ. എത്രയും പെട്ടെന്ന് ഞാൻ ഹോട്ടൽ വിറ്റ് പണവുമായി വരും. സാറിനെ ഇവിടുന്ന് റിലീസ് ചെയ്യുകയും ചെയ്യും.
ഐശ്വര്യമായിട്ട് അച്ഛൻ ഇതങ്ങ് വാങ്ങിച്ചട്ടെ. ഹോട്ടൽ രാജ് പാലസിന്റെ പവർ ഓഫ് അറ്റോർണി. എനിക്കിനി ചത്താലും വേണ്ടില്ല. മേനോൻ സാറിന്റെ കുടുംബത്തിലെ കാര്യസ്ഥന്റെ മോനായി പിറന്ന് ഒടുവിൽ മേനോൻ സാറിന്റെ സ്വപ്നമായിരുന്ന സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയായി മാറിയ ശ്രീധരൻ ഉണ്ണിത്താണ് എന്റെ ആശംസകൾ. ആ, നീ മോളെ കൊണ്ട് വീട്ടിലേക്ക് വെക്കോ, ഞങ്ങൾ ഹോട്ടലിലേക്കാ. എന്റെ പേരിൽ കിട്ടിയ ഹോട്ടല് എനിക്ക് ശരിക്കും ഒന്ന് കാണണം. അച്ഛനെന്താ ഈ ഹോട്ടൽ ആദ്യം കാണുന്ന പോലെ? എടാ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ ഹോട്ടൽ കാണുന്നതാ. പക്ഷെ ഇത്രയും ഭംഗി എനിക്ക് ഇതുവരെ തോന്നിയില്ല. സ്വന്തം പോലെ ആകുമ്പോ ഭംഗി കുറച്ച് കൂടും. പക്ഷെ എന്ത് കാര്യം, ശകുനം മുടക്കിയായിട്ട് നിൽക്കല്ലേ ആ തട്ടുകട. നാശിച്ച വർഗങ്ങള്. എന്താ മേട്ടാ ഇവന്മാരെന്താ പൊട്ടം പൂരം കണ്ട പോലെ നോക്കി നിക്കണേ? അതേട്ടാ നീ പോയി പുട്ടൂത്ര. മരമണ്ടം മേനോന്റെ ഒരു സിമ്പതി. ഇവനൊക്കെ എങ്ങനെ ഒഴിപ്പിക്കുമെന്നാ നീ പറയുന്നേ? ഒന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യം നൈസായിട്ട്, പിന്നെ ഷാർപ്പായിട്ട്. ആ ഹോട്ടലിൽ ചിലപ്പോ താൻ വിലക്ക് മേടിച്ചിട്ടുണ്ടാവാം, പക്ഷേ എന്നെ വിലക്ക് മേടിക്കാൻ തനിക്ക് കഴിയില്ല. ഇനി ആ സ്ഥലത്തിന്റെ തൂക്കത്തിന് എത്ര സ്വർണ്ണക്കട്ടി തരാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എടോ ഉണ്ണിത്താനെ, മേനോൻ സാറ് എന്ന എന്റെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നത് ആ സ്ഥലം. ആ വലിയ മനുഷ്യനെ ഞാൻ ദിവസവും മനസ്സാൽ പൂജിക്കുന്ന സ്ഥല ആ തട്ടുകട. ആരാധനാലയം ആരെങ്കിലും വിക്കോടോ? അപ്പൊ അതിന് വെച്ച വെള്ളം പുതുപ്പണക്കാരൻ അങ്ങ് വാങ്ങി വെച്ചേക്ക്. ശത്രു വാടാ. ഇവൻ ഒരു നടക്കി പോകുകയല്ല. ഒരല്പം ബുദ്ധി പ്രയോഗിച്ചപ്പോ കോടികൾ ആസ്തിയുള്ള ഹോട്ടൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണോ ഈ 3 സെന്റിൽ നിൽക്കുന്ന തട്ടുകട? രവിയേട്ടാ, ഈ കേസ് എനിക്ക് വിട്ടേക്ക്, ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ എന്നും രാവിലെ നേരം വെയിറ്റ് ആണല്ലോ വരുന്നത്. ഞാൻ എന്നും രാത്രി നേരത്തെ പോണുണ്ട്, അതിനാരും ഒന്നും പറയുന്നില്ലല്ലോ. നീ കട അടക്കില്ല. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടും. ഓ, എല്ലാം തീർന്നു, കട അടയ്ക്കാൻ പോവാ. എന്തെന്നേക്കുവായി ഈ കട അടപ്പിക്കാനാ ഞാൻ വന്നത്. ആ ഹോട്ടലുകാർ ഈ സ്ഥലത്തിന് പറയണ കാശ് തരുമായിരുന്നല്ലോ കൊച്ചുമാമ. ഇതിപ്പോ എനിക്ക് വെറുതെ എഴുതി തരേണ്ട ഗതികേടാണല്ലോ. കൊച്ചുമാമ ഇതിലൊന്ന് ഒപ്പിട്ടേ. എന്താ ഇത്? ഈ തട്ടുകട ഇരിക്കുന്ന സ്ഥലം എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്ന ആളിനോ തീര് തന്നുകൊള്ളാമെന്നും ഇതിന്റെ മുഴുവൻ തുകയും അഡ്വാൻസായി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള കരം. ഒപ്പിട്ടേ. ഒപ്പിടോ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഒപ്പിടില്ല. ഇത് വേണ്ട. കൊണ്ട് ഒപ്പിടിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതാരോടെങ്കിലും പറയുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്താൽ ഈ ടിപ്പർ ഞാൻ കയറ്റി ഇറക്കും ഈ നെഞ്ചത്തൂടെ. കേട്ടോ? കുഞ്ഞോനെ വിവരം അറിയിക്കണ്ടേ? ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് കുഞ്ഞുമോൻ അറിയണ്ട. ഏതൊരു മോനും ആഗ്രഹം കാണില്ലേ അവസാനമായിട്ട് സ്വന്തം അപ്പനെ ഒരു നോക്കൊന്ന് കാണണമെന്ന്? അപ്പൊ ഞാൻ ചാവാൻ കെടുക്കാണെന്നാണോ നീ കരുതിയത്? ഇപ്പോഴല്ല, പിന്നെ. സംഗതി ആശുപത്രിക്കാര് പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പോലീസ് ടിപ്പർ വാസുവിനെ പൊക്കും. ടിപ്പർ വാസു തോമേട്ടനെ തട്ടുകയും ചെയ്യും. ഞാൻ തട്ടും പുറത്തുനിന്ന് വീണ് കയ്യും കാലും ഒടിഞ്ഞ ടിപ്പർ വാസു എന്ത് പെട്ടതാ? അത് ശരി. ടിപ്പർ വാസുവിന്റെ ഭീഷണിക്ക് മുമ്പിൽ തോമേട്ടൻ കീഴടങ്ങിയല്ലേ? നിങ്ങൾ എങ്ങനെ കുഞ്ഞുവിന്റെ അപ്പനായിട്ട് ജനിച്ച്? എടാ ശത്രു, കഴിഞ്ഞ പ്രാവശ്യം അവൻ ഇവിടെ വന്നപ്പോ ധ്യാനം കൂടിച്ചിട്ട് അവനെ ഞാൻ കോഴിക്കോട്ടേക്ക് വിട്ടത്. അവൻ അവിടെ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് മനസമാധാനത്തോടുകൂടി കഴിയാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അവന്റെ നോമ്പ് തെറ്റും. വെറുതെ എന്തിനാ അവനെ പുകച്ച് ചാടിച്ച് ജയിലിൽ ഉണ്ട തീറ്റിക്കണേ? வணக்கம். நேர வீட்டுக்கா பாருக்கா இல்ல சின்ன வீட்டுக்கா? முதல்ல நான் குலான பார்க்கணும். நான் உள்ள போறது காரணமே அவன் தான்டா.
വണ്ടി എടു. എന്റെ ഈശ്വര, ഈ പാണ്ടി ജയിലിൽ നിന്ന് ഇറങ്ങിയ എങ്കടാ ഗുലാൻ സുടാ അവ എങ്ക എന്റെ പൊന്ന് കില്ലാടിച്ചേട്ടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് കഴിഞ്ഞതെല്ലാം മറന്നുകളാ. மறக்கணுமா? என்ன 6 மாசம் ஜெயில போட்டா குலான், அவனை நான் மறக்கணுமா? எங்கடா குலான்? தெரியாது 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 சத்தியமாയിട്ട് ஏய் சக்கலிங்க, அச்சு உடையிடாத கடையில அச்சு தூள் கிளப்புங்க. എന്റെ പൊന്നെന്നെ ഒന്നും നശിപ്പിക്കില്ല. ഉത്ര എന്താ ഇവിടെ പ്രശ്നം? നമ്മുടെ ഗുലാനിത് എവിടെ പോയി? പുള്ളി ഒരിക്കലും പഠിക്കാൻ പറ്റാത്ത പണി പഠിച്ചോണ്ടിരിക്കുക. എന്ത് പണിയാ? ഡാൻസ് പഠിച്ചോനെ ഡാൻസാ? മരിക്കുന്നതിന് മുമ്പ് ഡാൻസും കൂടെ പഠിച്ച് അരങ്ങേറ്റം നടത്തിക്കൊള്ളാൻ അങ്ങനെ ശപഥം ചെയ്തേക്കല്ലേ. ഓ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരാ.